9ാം ക്ലാസ്സിലോ +2 അങ്ങോട്ട് പഠിക്കുന്ന ഒരു ചേട്ടനാണ് ഈ അനിയത്തിയെ അബ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ കുട്ടികളെ ഉപദ്രവിക്കുക, കുട്ടികളെ അബ്യൂസ് ചെയ്യുന്ന കേസിൽ തെളിവ് സഹിതം തെളിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും വധശിക്ഷ. പീഡനം എന്ന് പറയുമ്പം ചില കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പീഡിപ്പിക്കുക മാത്രമല്ല, വളരെ ക്രൂവലായിട്ട് അബ്യൂസ് ചെയ്യപ്പെടുക. അതേപോലെ തന്നെ ചില്ലിന്റെ കുപ്പി ഉപയോഗിച്ച് ഡൽഹിയിലെ കേസിൽ ഏറ്റവും കൂടുതൽ ആ പെൺകുട്ടിയെ എന്താ പറയാ ഉപദ്രവിച്ചിരിക്കുന്നത് ആ കൂട്ടത്തിൽ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു പയ്യനാണ്. പാരന്റ് എനിക്ക് പേടിയാണ് എന്റെ മകനെ അറിയാത്ത ആരുടെങ്കിലും കയ്യില് ഏൽപ്പിക്കാൻ. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോവാണെന്ന് നോക്കട്ടോ, വിശ്വസിച്ച് ഏൽപ്പിക്കാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടിയായിട്ടും പേടിയാണ്. എന്റെ മകൻ ചെയ്യില്ല എന്നാണ് എല്ലാവരുടെയും വിചാരം. മിക്ക പാരന്റ്സ് പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ ഈ കുട്ടികളെ അബ്യൂസ് ചെയ്ത കേസിലാണെങ്കിലും മകൻ പ്രതിയായിട്ടുണ്ടെങ്കിൽ അവൻ അതൊന്നും ചെയ്തിട്ടില്ല, അവന്റെ കൂട്ടുകാരാണ് ചെയ്തിട്ടുള്ളത്. ആ ലൂപ്പ് ഹോൾ വഴി തന്നെയാണ് എല്ലാരും ഇത് മിസ്യൂസ് ചെയ്യുന്നത്. ബയോളജിയിൽ പഠിക്കാനുണ്ട് ഈ പീരിയഡ്സിനെ കുറിച്ചും അതേപോലെ തന്നെ ഓവുലേഷൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഹ്യൂമൻ എന്താ പറയുക റീപ്രൊഡക്ഷൻ സിസ്റ്റം, ഫീമെയിൽ റീപ്രൊഡക്ഷൻ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് പടം വരച്ച് പഠിക്കാനുണ്ട്. പക്ഷെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടോ? ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കാം. സെമിനാറും കൊടുക്കില്ല. ആ പോർഷൻ നമുക്ക് ലാസ്റ്റ് പഠിക്കാം, അടുത്ത ചാപ്റ്ററിലോട്ട് നമുക്ക് പോകാം. ഇത് നിങ്ങൾ വായിച്ചാൽ മതി, വായിച്ചാൽ ഉടനെ കിട്ടും എന്ന് പറയുന്നത്. പക്ഷെ ആ ഞങ്ങൾക്ക് സെമിനാറായിട്ട് എടുത്തത് നമ്മൾ തന്നെ അത് സെമിനാറായിട്ട് പ്രസന്റ് ചെയ്യണം, പിന്നെ നമുക്ക് പറഞ്ഞു തരും. ഇപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇത് നിങ്ങൾ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതൊന്ന് സ്കിപ്പ് ചെയ്യുക എന്ന് പറയും. പക്ഷെ ആ സ്കിപ്പ് ചെയ്യാൻ ടീച്ചർ പറയുമ്പോൾ കുട്ടികൾ എന്തുകൊണ്ടാണ് ഇത് സ്കിപ്പ് ചെയ്യാൻ പറയുന്നത് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി കൂടുകയും അന്വേഷിച്ച് പോവുകയും ചിലപ്പോൾ അത് ചെന്ന് പെടുന്നത് പോൺ വീഡിയോസിലായിരിക്കും. അങ്ങനെ ഒരു കാര്യമുണ്ട്, പോൺ വീഡിയോസിൽ ചെന്ന് കുട്ടികൾ പെടാനുള്ള സാധ്യതകൾ പെട്ടിട്ടുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ കുറെ നാൾ മുമ്പ് കേട്ടൊരു കേസാണ്. നമ്മുടെ ചേട്ടനനിയന്മാരുടെ മക്കളുണ്ടാവുമല്ലോ, അപ്പൊ നമ്മുടെ സ്വന്തം ചേട്ടനായിട്ട് നമുക്ക് കാണാം. അപ്പം 9ാം ക്ലാസ്സിലോ +2 അങ്ങോട്ട് പഠിക്കുന്ന ഒരു ചേട്ടനാണ് ഈ അനിയത്തിയെ അബ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടി അമ്മൂമ്മയോടാണ് തുറന്നു പറഞ്ഞത്. അപ്പം ചേട്ടൻ വരാറായോ, ചേട്ടനും ഞാനും കൂടെ ഒരു കളി കളിക്കാറുണ്ട്, അപ്പം ചേട്ടൻ ഇന്ന് വന്നില്ലല്ലോ എന്ന് കുട്ടി പറഞ്ഞപ്പോഴാണ് സംശയം തോന്നി. കുട്ടിയോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ചേട്ടൻ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നത്, കുട്ടി പുറത്ത് പറയുന്നത്. അപ്പം ചില ആളുകൾ അങ്ങനെയാണ്, ചിലർ പേടിപ്പിക്കും, അച്ഛനെ കൊല്ലും അമ്മയെ കൊല്ലും എന്ന് പറഞ്ഞ് പേടിപ്പിക്കും. ചിലർ ഇതേപോലെ ഗെയിം പോലെ സെറ്റ് ചെയ്ത് കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കും. അങ്ങനെയുള്ളവരോട് അവർക്ക് സ്നേഹമായിരിക്കും. അപ്പം ഈ 18 വയസ്സിൽ താഴെയുള്ള ചെറിയ കുട്ടികൾ നമ്മുടെ അനിയത്തിമാരെ അബ്യൂസ് ചെയ്യുന്നു എന്ന് പറയുമ്പം അവർക്ക് അങ്ങനെ ഒരു ഇൻഫോർമേഷൻ എവിടെന്നോ കിട്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവരെവിടെന്നോ അറിയാത്ത കാര്യങ്ങൾ കണ്ടിട്ടാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ. അതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ കൊച്ചുകുട്ടികള് അവര് അമ്മയും അച്ഛനൊക്കെ ആയിട്ട് കളിക്കാറുണ്ട് അല്ലെ. അപ്പൊ അവര് കല്യാണം കഴിക്കുന്നു, അവര് കല്യാണം കഴിച്ചിട്ട് ഫസ്റ്റ് നൈറ്റ് ചെയ്യുന്ന പോലെയൊക്കെ കളിക്കുന്ന കുട്ടികളുണ്ട്, ചെറിയ കുട്ടികൾ. അതെങ്ങനെയാ? ഒന്ന് സിനിമ, ചിലപ്പോ മേ ബി പാരന്റ്സ് കുട്ടികൾ ഉറങ്ങി എന്ന് വിചാരിക്കുന്നുണ്ടാവാം, പക്ഷെ കുട്ടികൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോ അവര് ഫിസിക്കൽ റിലേഷൻഷിപ്പിലാകുന്നത് ചിലപ്പോൾ കുട്ടികൾ കണ്ടിട്ടുണ്ടാവാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോ അതെല്ലാം ശ്രദ്ധിക്കണം. ഒന്നും അറിയാത്തൊരു കുട്ടി രാത്രി ഇത് കണ്ടു കഴിഞ്ഞാൽ പേടിക്കില്ലയോ, അല്ലെങ്കിൽ എന്താ സംഭവം എന്നൊക്കെ അന്വേഷിച്ചു പോകുന്ന കുട്ടികളുണ്ട്. ഇപ്പൊ ഞാൻ ഈ ബയോളജിയുടെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ അത് ആ ക്ലാസ്സില് കുട്ടികളെ വൃത്തിയായിട്ട് അത് പഠിപ്പിച്ചു കൊടുക്കുക തന്നെ വേണം. കുട്ടികളെ അന്വേഷിച്ചു പോകണ്ട. നമ്മളാണ് ഗൈഡ്, നമ്മളാണ് ടീച്ചർ, നമ്മളാണ് ട്യൂട്ടർ. അവർക്ക് അത് പറഞ്ഞു കൊടുക്കേണ്ടതും അവരുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതിനും ഉത്തരവാദിത്തം നമുക്ക്. ഇപ്പോഴത്തെ കുട്ടികൾ പിന്നെ ഓപ്പൺ ആയിട്ട് ചോദിക്കും. നമ്മളുടെ ആ ഒരു പ്രായത്തിൽ, അല്ലെങ്കിൽ നമ്മളുടെ ആ പ്രായത്തിൽ നമ്മൾ ചോദിക്കാൻ ഒരു അവസരം തന്നിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. നമ്മൾ ചോദിക്കുകയില്ല. അങ്ങനത്തെ പീരിയഡ്സ് വന്നപ്പോഴാണ് പീരിയഡ്സ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് മുമ്പ് എനിക്ക് അറിയില്ലായിരുന്നു. പീരിയഡ്സ് ആദ്യമായി വന്നപ്പോൾ എനിക്ക് തലകറക്കം വന്നു. എന്താ സംഭവം എന്ന് അറിയില്ല, തലകറങ്ങി വീഴാനൊക്കെ പോയി. അത് അറിയാത്തത് കൊണ്ടിട്ടാണ്. അപ്പൊ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ വളരെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. പക്ഷെ കുറച്ച് മുന്നേ ഒരു കോവിഡിന് മുന്നേ ഞങ്ങൾക്ക് ഷോപ്പുണ്ട്. അപ്പൊ ആ ഷോപ്പിൽ കുട്ടികൾ പാഡ് വാങ്ങിക്കാനായിട്ട് വരും. അപ്പൊ ഇന്നിപ്പോ നമുക്കറിയാം, പാഡ് വേണമെന്ന് ധൈര്യത്തോടു കൂടി ധൈര്യം അതിന്റെ ആവശ്യമില്ല, നമുക്ക് ചോദിക്കാം. ഒരു 5-6 കൊല്ലം മുമ്പ് ഒരു കുട്ടി, ഇപ്പൊ ഞാനാണ് ഷോപ്പിൽ നിൽക്കണേന്ന് വിചാരിച്ചോ, ഇത്താത്ത എന്താ മോളെ
ഞാൻ പറഞ്ഞു ഒന്ന് ചിത്തി പറഞ്ഞ പോലെ ബാഡ് എന്താ കേൾക്കുന്നില്ല വിസ്പർ നീ ഇതിന് ഇത്ര നാണത്തി പറയുന്നേ, അയ്യോ അത് ചിത്തി പറയാൻ പാടില്ല എന്ന് ഉമ്മി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ചിലപ്പോ ഫ്രണ്ട്സിന് ഗേൾസിന് പാഡ് വാങ്ങിച്ച ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി വാങ്ങിച്ചു കൊടുക്കുന്ന കുറെ ബോയ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. ഈ ബോയ്സ് പാഡ് മേടിക്കാനായിട്ട് പോകില്ല, അങ്ങനെ സംഭവം ഹസ്ബൻഡ് വൈഫ് ആ ഒരു റിലേഷൻഷിപ്പിൽ പോലും വൈഫിന് പാഡ് വാങ്ങിച്ചു കൊടുക്കാൻ മടിയുള്ള ഒരുപാട് ഹസ്ബൻഡ്സ് ഉണ്ടായിരുന്നു. തുടക്കത്തിലേക്ക് കല്യാണം കഴിഞ്ഞ തുടക്കത്തിലേക്ക് ഹസ്ബൻഡിനോട് പറയുമ്പോൾ ഭയങ്കര ചമ്മലായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ന് പറയുന്നത് അപ്ഡേറ്റഡ് ആയി, ബ്രോഡ് മൈൻഡഡ് ആയി, എല്ലാവർക്കും ഇതിനെ കുറിച്ച് അറിയാം. ഇപ്പൊ പീരിയഡ്സ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പീരിയഡ്സ് എന്ന് പറയാൻ പേടിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നോക്കും നമ്മൾ എത്ര കോമൺ ആയിട്ടാ പറയുന്നത്. അത് ആൺകുട്ടികളും കോമൺ ആയിട്ട് പറയുന്നുണ്ട്. വേദന എന്താണെന്ന് മനസ്സിലാക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ ഇപ്പൊ വരുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോഴും ഈ ചൈൽഡ് അബ്യൂസിനൊരു കുറവില്ല എന്നുള്ളതാണ് വസ്തുത. എന്തെങ്കിലും ഇതുപോലത്തെ ഇഷ്യൂസ് വരുമ്പോൾ നമ്മളിപ്പോ പബ്ലിക്കിന് റിയാക്ഷൻസ് എടുക്കുന്നത് ഇപ്പൊ ഒരു ട്രെൻഡ് ആണല്ലോ. അപ്പൊ ഈ ട്രെൻഡില് പല ആൾക്കാരും പറയുന്നതാണ് സൗദിയിലെ പോലത്തുള്ള നിയമം വരണം, കൈവെട്ടണം, തല വെട്ടണം, കാല് വെട്ടണം. പക്ഷെ അങ്ങനെ ഒരു നിയമം നമുക്ക് ഇവിടെ ഒരിക്കലും സാധ്യമല്ല. ഇവിടെ പറയുന്നത് റയറസ്റ്റ് ഓഫ് ദ റയറസ്റ്റിൽ മാത്രമേ വധശിക്ഷ നടപ്പാക്കൂ എന്നാ പറയുന്നത്. ആകെ 2 കേസിനെ വധശിക്ഷ നടപ്പിലാക്കിയിട്ടുള്ളൂ അല്ലെ? അതെ. അപ്പോ നമ്മുടെ നിയമം കുറച്ചും കൂടി സ്ട്രോങ് ആവണ്ടേ എന്നുള്ളൊരു കാര്യത്തിലും കൂടി ഒരു ചോദ്യമുണ്ട്. അത് ഞാനും ഒരുപാട് തവണ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഏഷ്യനെറ്റിൽ ഒരു ഷോ ഉണ്ടായിരുന്നു, നമ്മൾ തമ്മിൽ എന്ന് പറയുന്ന ഷോ. അപ്പൊ അതില് ഒരു പോലീസ് ഓഫീസർ വന്നപ്പോ ഈ ഒരു സൗദിയിലെ നിയമം കൈ കൊണ്ടാണ് അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കൈ വെട്ടണം, തല കൊണ്ടാണ് ചെയ്തത് തല വെട്ടണം എന്ന് പലരും പറഞ്ഞപ്പോ ഈ പോലീസ് ഓഫീസർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, നിരപരാധിയാണോ എന്താ പറയാ അപരാധിയാണോ എന്ന് കൃത്യമായിട്ട് തെളിവ് വേണം. സപ്പോസ് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഇപ്പോ പലരും ഇത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സ്ത്രീകൾ കുറെ പേര് സ്ത്രീകൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ വെച്ച് കുറെ പേര് ആൺകുട്ടികളെ കൂട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ശിക്ഷ ഇപ്പൊ ഒരു ഇതേപോലെ ശിക്ഷ നടപ്പിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആ പോലീസ് ഓഫീസർ പറഞ്ഞെന്തെന്ന് വെച്ച് കഴിഞ്ഞാല് തെളിവില്ലാതാക്കാൻ, അബ്യൂസ് ചെയ്യപ്പെട്ടു, ചൈൽഡ് ആവാം, എന്ത് തരത്തിലുള്ള തെറ്റുമാവാം, ക്രൈമും ആവാം. അപ്പോ അവിടെ ഒരു ക്രൈം ചെയ്യപ്പെട്ടു, അതിന് തെളിവ് നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈ വ്യക്തി, അതായത് അബ്യൂസ് ചെയ്യപ്പെട്ട വ്യക്തി ജീവനോട് കൂടി ഇരിക്കാൻ പാടില്ല. അപ്പൊ ഓൺ ദ സ്പോട്ട് അയാളെ കൊന്നുകളയും എന്നുള്ള രീതിയിലേക്ക് ക്രിമിനൽസിന്റെ മൈൻഡ് പോകും. അപ്പോ ഇങ്ങനെയുള്ള ഒരു വധശിക്ഷ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാവാം കൊന്നു കളയാതെ കാര്യങ്ങള് ഇങ്ങനെ പോകുന്നേ. അപ്പൊ നാളെ ഈ ഒരു നിയമം വരികയാണ്, ചിലപ്പോ ചിലർക്ക് പേടി ഉണ്ടാവാം, അങ്ങനത്തെ ഒരു നിയമത്തിലേക്ക് പോവാം. അതൊന്നും ഇല്ല, അല്ലെങ്കിൽ കൊന്നുകളയാം. അതേപോലെ തന്നെ നമ്മൾ ഈ പീഡനം എന്ന് പറയുമ്പം ചില കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പീഡിപ്പിക്കുക മാത്രമല്ല, വളരെ ക്രൂവലായിട്ട് അബ്യൂസ് ചെയ്യപ്പെടുക. അതേപോലെ തന്നെ ചില്ലിന്റെ കുപ്പി ഉപയോഗിച്ച് ഡൽഹിയിലെ കേസിൽ ഏറ്റവും കൂടുതൽ ആ പെൺകുട്ടിയെ എന്താ പറയാ ഉപദ്രവിച്ചിരിക്കുന്നത് ആ കൂട്ടത്തിൽ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു പയ്യനാണ്. അത് പറഞ്ഞിട്ടുള്ളതാണ് കാശ്മീർ ബോർഡറില് ആസിഫ എന്ന് പറഞ്ഞ കുട്ടിയുടെ കേസ്. അത് 8 പേരാണ് ആ കുട്ടിയെ ഗാങ് റേപ്പ് ചെയ്തേക്കുന്നത്. 8 വയസ്സുള്ള കുട്ടിയെ 8 അഡൾട്ട്സ് ചേർന്നിട്ട് ഗാങ് റേപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അത് ഏറ്റവും വിവാദമായിട്ടുള്ള ഒരു കേസും കൂടിയായിരുന്നു. അതിനെ പുറകെ സപ്പോർട്ട് ചെയ്യാൻ പല പാർട്ടികളും ഉണ്ടായിരുന്നു. കുട്ടിയുടെ ബോഡി അടക്കം ചെയ്യാൻ പോലും സമ്മതിക്കാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ കേസ് വരുമ്പോൾ മാനുഷിക പരിഗണന നൽകേണ്ടത് ആർക്കാണ് ശരിക്കും, അല്ലെ? അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ കുട്ടികളെ ഉപദ്രവിക്കുക, കുട്ടികളെ അബ്യൂസ് ചെയ്യുന്ന കേസിൽ തെളിവ് സഹിതം തെളിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും വധശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം കൊടുക്കുന്നതിൽ എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. കാരണം നമ്മുടെ ജയിൽ അങ്ങനത്തെ ഒരു ജയിലാണ്. പ്രോപ്പറായിട്ട് ഫുഡ് ഉണ്ട്, കിടക്കാനുണ്ട്, മഴയും വെയിലും കൊള്ളാതെ കിടക്കാനൊരു പ്ലേസ് ഉണ്ട്. അവിടെ എന്താണ് ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല, പക്ഷെ ബേസിക് ഹ്യൂമൻ ബീങ്ങിന് വേണ്ട കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇല്ലേ? പണ്ട് അല്ല, പോവർട്ടി, ദാരിദ്ര്യത്തിലുള്ളവർ എങ്ങനെയാ ജീവിക്കണേന്ന് ചോദിക്കുമ്പോ ജയിൽ ഫുഡിന്റെ കണക്ക് വെച്ചിട്ടാണ്
പോവർട്ടി ഒക്കെ ജയിൽ ഫുഡ് സിസ്റ്റം ഞാൻ ആ ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോ ജയിൽ ഫുഡ് അതിനേക്കാളും താഴെയാണ് വരുമാനം, ഒരു കുടുംബത്തിന് വരുമാനമെങ്കിൽ അവർക്ക് പോവർട്ടി ലെവൽ, ബിലോ പോവർട്ടി ലെവലാണ്. ജയിൽ ഫുഡിനേക്കാളും മുകളിലാണ് വരുമാനമെങ്കിൽ പോവർട്ടി ലെവൽ, അങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് APL-ലും BPL-ലും അളക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം ജയിലിലെ ഫുഡ് എന്ന് പറയുന്നത് റിച്ച് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു നിയമം, അതായത് ഇനി ആരും ഞാനിത് ചെയ്താൽ എനിക്ക് ഇതാണ് ശിക്ഷ എന്നുള്ളൊരു നിയമം വരണം എന്നാണ് ഇപ്പൊ എന്നെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. എനിക്ക് പേടിയാണ് എന്റെ മകനെ അറിയാത്ത ആരുടെങ്കിലും കയ്യിൽ ഏൽപ്പിക്കാൻ. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോവാണോന്ന് നോക്കിട്ടോ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടിയായിട്ടും പേടിയാണ്. പക്ഷെ നമുക്ക് എപ്പോഴും അവനെ കൊണ്ട് നടക്കാൻ പറ്റും. അവനിക്കൊരു പ്രൈവസി ഉണ്ട്, അവനിക്കൊരു ലൈഫ് ഉണ്ട്. നമുക്ക് എപ്പോഴും ഓക്കെ മോനെ 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 എന്നും പറഞ്ഞിട്ട് നടക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പോ എന്താ പറയാ, വേലി കെട്ടി വെക്കുന്നതിന് നല്ലത് അവരെ നീന്താൻ പഠിപ്പിക്കുന്നതാണ്. നമ്മുടെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് നമ്മൾ പറയില്ലേ. നമ്മളെ കുട്ടികളെ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാനായിട്ട് പഠിപ്പിക്കുക, നോ പറയാനായിട്ട് പഠിപ്പിക്കുക. പിന്നെ ഇതേപോലെ തന്നെ നിയമം സ്ട്രോങ് ആക്കുക. പേടി ഉണ്ടെങ്കിൽ കുറച്ച് ആളുകളൊക്കെ നമ്മൾ എന്താ പറയാ നിയമങ്ങൾ പാലിക്കുള്ളൂ. ഇപ്പം ഫൈൻ അടിക്കും എന്നുള്ളൊരു പേടി ഉള്ളതുകൊണ്ടാണ് എല്ലാവരും ഹെൽമെറ്റ് വെക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ക്യാഷ് കൊടുക്കണല്ലോ, എത്രയും ക്യാഷ് കൊടുക്കണമല്ലോ എന്നോർത്തിട്ടാണ് ഹെൽമെറ്റ് ഇപ്പോഴും വെച്ചിട്ട് പോകുന്നത്. അത് ശരിയാണ്. അതേപോലെ തന്നെ നിയമങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും. ലൂപ്പ് ഹോൾസ് ഉണ്ട്. ആ ലൂപ്പ് ഹോൾ വഴി തന്നെയാണ് എല്ലാരും ഇത് മിസ്യൂസ് ചെയ്യുന്നത്. ശരിക്കും അത് മനുഷ്യാവകാശം, അല്ലെങ്കിൽ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നല്ല പറയുന്നത്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്, അങ്ങനെയാണ് നമ്മൾ പറയാ. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം നിയമത്തിലുണ്ട്. അതേപോലെയാണ് ഈ വിക്ടിമിനെ കൊന്നു കളയുമോ എന്നുള്ളൊരു, അതെനിക്കറിയില്ല. ഞാൻ ആ ഷോയിൽ കേട്ടപ്പോൾ ഞാൻ ആലോചിച്ച് ശരിയായിരിക്കുമോ എന്ന് ഞാനും ആലോചിക്കുന്നുണ്ടായിരുന്നു. മേ ബി അതായിരിക്കാമല്ലേ, അറിയില്ല. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ ചൈൽഡ് അബ്യൂസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് പറയാനുണ്ട്. പക്ഷെ ഇനിയും പറയാനുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ചെറിയ സമയം കൊണ്ട് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അപ്പം നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന വേളയിലും ആരൊക്കെയോ എവിടേക്കോ ഇതുപോലെ കുഞ്ഞുകുട്ടികൾ ഉപദ്രവിക്കുന്നുണ്ടാവാം. കാരണം ഇപ്പൊ ഇന്ന് കേട്ട വാർത്തയല്ല നമ്മൾ നാളെ. കഴിഞ്ഞ ദിവസം ഹസി പറയണ്ടായിരുന്നില്ലേ, 5 മിനിറ്റില് 5 കുട്ടികളിൽ 5 മിനിറ്റിൽ ഒരു ആൺകുട്ടിയോ പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ 7 മിനിറ്റിൽ ഒരു ആൺകുട്ടി അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം ഹസി പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്താ പറയാ, പാരന്റിങ് നല്ല രീതിയിൽ കൊണ്ടുവരാനും, ഇപ്പൊ പാരന്റിന്റെ സൈഡിൽ നിന്നാണ് നമുക്ക് ഇങ്ങനെ ഒരു അബ്യൂസ് ഉണ്ടാവുന്നതെങ്കിൽ അതിനുള്ള ഒരു പ്രൊട്ടക്ഷൻ, ഇപ്പൊ നമുക്ക് ചൈൽഡ് ലൈൻ അങ്ങനെ ഒരുപാട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ളൊരു സ്ഥലത്ത് നിന്ന് കുട്ടിക്ക് ഇപ്പൊ വീട്ടിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് കുട്ടിയെ സംരക്ഷിക്കാൻ പറ്റിയ ഒരു കുട്ടികൾക്ക് വിശ്വസിച്ച് ചെല്ലാൻ പറ്റിയ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഇടം ഉണ്ടാക്കിയെടുക്കുക. പോലീസ് സ്റ്റേഷനിലൊക്കെ നമുക്ക് ചെന്ന് പരാതിപ്പെടാം. പക്ഷെ ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റിൽ എവിടെയെങ്കിലും എത്തുമ്പോൾ നമ്മൾ നിസ്സഹായാവസ്ഥ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതില്ലാതെ ആക്കാനുള്ള ഒരു സിസ്റ്റം നമ്മൾ കൊണ്ടുവരിക എന്നതാണ്. ഓപ്പൺ ആയിട്ട് പറയാനുള്ളൊരു, കുട്ടികൾക്ക് പറയാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് ആയിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, പാരന്റ്സ് ആയിക്കോട്ടെ, അതിനുള്ളൊരു അവസരം ഉണ്ടാക്കാം. അതേപോലെ തന്നെ ഒരു കാര്യമാണ് മിസ്യൂസ് ചെയ്യരുത്. ഇപ്പോ കഴിഞ്ഞ തവണ കേട്ടൊരു വാർത്തയാണ്, ഒരു അധ്യാപകൻ കുട്ടിയെ വഴക്ക് പറഞ്ഞു തല്ലി എന്ന് പറയുന്നു. പക്ഷെ അത് പിന്നീട് ഫിസിക്കൽ അബ്യൂസ് ചെയ്തു എന്ന് പറയുകയും അദ്ദേഹത്തിന്റെ ഫോട്ടോ അടക്കം പത്രത്തിൽ വരികയും ഉണ്ടായി. ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഇന്ന് രാവിലത്തെ വാർത്തയിൽ കണ്ടതാണ്, അധ്യാപകർ തമ്മിലുള്ള വഴക്കിൽ ഒരു കുട്ടിയെ മോശമായിട്ട് ആരോപിച്ചിട്ട് ആ കുട്ടിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ട് വന്നിട്ട് പഠനം നിർത്തേണ്ട അവസ്ഥയിൽ നിൽക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകരുത്. ഒരു കോയിനിന്റെ 2 വശം എന്ന പോലെ തന്നെ മിസ്യൂസ് ചെയ്യപ്പെടുന്നവരുണ്ട്, അതായത് ഇത് നീതി കിട്ടാത്തവരുമുണ്ട്. അപ്പോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു സിസ്റ്റം നമുക്ക് എന്തായാലും വേണം. ഇപ്പോ ഈ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അതിന് വലിയൊരു പ്രാധാന്യമുണ്ട്. ആ ഒരു അവസരം ഇപ്പൊ നമ്മുടെ എന്താ പറയുക, ഗവൺമെന്റ്
കൃത്യമായിട്ട് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഫെമിലിയർ ആവണം. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് പോയി കാണേണ്ടത് ആരെയാണ്, ഫസ്റ്റ് പറയേണ്ടത് ആരെയാണ്, വിളിക്കേണ്ട നമ്പർ ഏതാണ്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ പോലീസിന്റെ നമ്പർ 100 അല്ലെങ്കിൽ ഫയർഫോഴ്സിന്റെ 101 നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആരെയാണ് ഫസ്റ്റ് അപ്രോച്ച് ചെയ്യേണ്ടത്, എന്താണ് പ്രൊസീജിയർ. അപ്പം ഒരു നമ്പർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഇതേപോലെ ക്ലബ്ബുകൾ ഉണ്ടെങ്കിൽ ക്ലബിലെ ടീച്ചറോടാണോ പറയേണ്ടത്. അങ്ങനെ അവർക്ക് അത്രയും ഫെമിലിയർ ആയിട്ട് കുറേ കാര്യങ്ങൾ കൗൺസിലിംഗ് കൊടുക്കുമ്പം അവർക്ക് ഒരു ധൈര്യം വരും. ഓ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്, എൻ്റെ മാത്രം പ്രശ്നമല്ല, എനിക്കിത് ഫേസ് ചെയ്യാൻ പറ്റും, ഞാൻ ഇന്നിന്ന ആളുകളോടാണ് ഇത് പറയേണ്ടത്, ഇന്നിന്ന നടപടിക്രമങ്ങളാണ് ഉണ്ടാവുക, എനിക്ക് നീതി കിട്ടും എന്നുള്ളത് കുട്ടികളുടെ മനസ്സിൽ തന്നെ വരണം. അത് നമുക്ക് 1.5 വയസ്സും 2 വയസ്സുള്ള കുട്ടികളുടെ കാര്യത്തിൽ പ്രാക്ടിക്കൽ അല്ല. പക്ഷെ കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളുടെ കാര്യത്തിൽ പ്രാക്ടിക്കലാണ്. 5 വയസ്സിന് മേലെയുള്ള കുട്ടികൾക്ക് ഇത് പ്രാക്ടിക്കൽ ആണ്. അതിന് താഴെയുള്ള കുട്ടികൾക്ക് ABCD പഠിച്ചു വരുന്ന കുട്ടികൾക്ക് എന്ത് പറയാനാ, സംസാരിക്കാൻ പറ്റാത്ത കുട്ടികൾ അല്ലേ. പിന്നെ ഈ കല്യാണിയുടെ കാര്യം പറയുന്നത് തന്നെ, കൊച്ചച്ഛന്റെ കൂടെയാണ് കിടന്നുറങ്ങുന്നത്, അവൻ എന്താ ചെയ്യുന്നത് എന്ന് എങ്ങനെയാണ് ഈ കുട്ടി അറിഞ്ഞത്, അല്ലെങ്കിൽ അവൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടായിരുന്നോ, അവളെന്തൊരു വേദന സഹിച്ചിട്ടുണ്ടാവും, എനിക്കറിയില്ല. ഈ കുട്ടിയെ കുളിപ്പിക്കുമ്പോ ഈ അമ്മ കണ്ടിട്ടുണ്ടാവില്ലേ കുട്ടിയുടെ ബോഡി പാർട്സിലുണ്ടാവുന്ന പാടുകളും മറ്റും. പക്ഷെ പാരന്റ് പറയുന്നുണ്ട് ഈ കൊച്ചച്ഛൻ തന്നെ കുളിപ്പിക്കുന്നതും എല്ലാം ചെയ്യുന്നതെന്നുള്ളതും. എനിക്കത് ഓർക്കുമ്പോഴും ഇങ്ങനെ അല്ല, അത് തന്നെയായിരുന്നു അയാളുടെ ഒരു ഇതെന്ന് പറയുന്നത്, പ്ലസ് പോയിന്റ്. അച്ഛനും അമ്മയും കുട്ടിയെ ശ്രദ്ധിക്കുന്നില്ല, അച്ഛനും അമ്മയും വഴക്കാണ്, അവര് തമ്മിലൊരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതാണ് മിസ്യൂസ് ചെയ്യപ്പെട്ടത്. അപ്പൊ കുട്ടികൾ എന്ന് പറയുന്നത് ഈസിലി അപ്രോച്ചബിൾ ആണ്, അവരെ പേടിപ്പിക്കാം, അവര് പുറത്ത് ആരോടൊന്നും പറയില്ല. ഇതേപോലെ തന്നെ സേതുലക്ഷ്മി എന്ന് പറയുന്ന സിനിമയില് അനഘയും ആ കൂട്ടുകാരനും കൂടി ഫോട്ടോ എടുക്കാൻ പോകുന്നു. ഫോട്ടോ എടുക്കാൻ പൈസ തികയാതെ വന്നപ്പോ ഫോട്ടോഗ്രാഫർ കൂട്ടുകാരനെ പുറത്ത് നിർത്തുകയും അവളെ അകത്ത് നിർത്തുകയും ചെയ്യുന്നു. പിന്നീട് കാണുന്നത് അത് ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റില്ല, നമുക്ക് ഭയങ്കര ഡിസ്റ്റർബ് ആണ്. ഓരോ ഡ്രസ്സ്, ഈ ഡ്രസ്സ് മാറ്റൂ, ഈ ഡ്രസ്സ് മാറ്റൂ, ഇന്നത് കാണിക്കും എന്ന് പറഞ്ഞത് നമ്മളെ കാണിക്കുന്നില്ല. പക്ഷെ അവളുടെ എക്സ്പ്രഷനും ആ ക്യാമറ ക്ലിക്ക് ചെയ്യുന്നതും പിന്നീട് ആ കുട്ടിയെ കൊണ്ടുപോകുന്നതും അത് ഇപ്പൊ ഓർക്കുമ്പോ പോലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ കുട്ടിയെ എങ്ങനെയാണ് അയാൾ ഉപയോഗിച്ചെന്നുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ സക്രിയകളുടെ ഗർഭിണികളില് സ്വന്തം അച്ഛൻ തന്നെയാണ് സനൂഷയെ യൂസ് ചെയ്യുന്നത്. അത് ലാസ്റ്റ് പറയുന്നുണ്ട്, അതെ, ആ കഥയില് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതേപോലെ തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികള്, അത് അവർ ഫേസ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. കാരണം ഒന്നാമത്തെ കാര്യം, ഡിസേബിൾഡ് എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു ഈസിലി അപ്രോച്ചബിളിനുപരി നോർമൽ കുട്ടികളെക്കാട്ടിയും ആ കുട്ടികളെ കാണുമ്പോൾ ഒരു എന്താ പറയാ, ഇപ്പൊ കുറച്ചും കൂടി ആൾക്കാർ ആ ഒരു കാഴ്ചപ്പാട് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ വയ്യാത്തൊരു കുട്ടിയെ കാണുന്ന കാഴ്ചപ്പാടും നോർമലുള്ള കുട്ടിയെ കാണുന്ന കാഴ്ചപ്പാടും രണ്ടായിരുന്നു. അതെ, അപ്പോ അവർക്ക് കൂടുതൽ നമ്മൾ കെയർ കൊടുക്കാറില്ല. സാധാരണ നമ്മളിപ്പോ ഏതെങ്കിലും, ഞാനൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് വെച്ചാൽ, നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോവാണ്, വയ്യാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു വിവേചനം, ഈ അറിവില്ലായ്മ കൊണ്ടിട്ടാണ് മുതിർന്ന ആൾക്കാരെ കാണിക്കാറുണ്ടായിരുന്നു. ചിലപ്പോൾ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. അവർക്ക് ചിലപ്പോൾ ഇങ്ങനെ മേത്ത് തൊട്ട് നമ്മളെ കൈയൊക്കെ പിടിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അത് അവരുടെ നേച്ചറാണ്. അവർ ഉപദ്രവിക്കാൻ വരുന്നതൊന്നുമല്ല. പക്ഷെ അങ്ങനെ അവരുടെ നേച്ചർ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സൊസൈറ്റി നമ്മുടെ ഇടയിൽ ഉണ്ട്. പക്ഷെ ഇപ്പൊ അതിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഓരോ ഓർഗനൈസേഷൻ ഉണ്ട്, പ്രാക്ടിക്കലി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ നമുക്കുണ്ട്. ഒരു വശം നോക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതേ സെയിം റേഷ്യോയില് നെഗറ്റീവ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ഡ്രഗ്സിന്റെ കേസ് ആണെങ്കിലും ഈ അബ്യൂസില് എന്താ പറയുക വരുന്നൊരു കേസാണ്. അതായത് പൈസ നേടാൻ വീട്ടിൽ നിന്ന് പൈസ കിട്ടുന്നില്ല, അല്ലെങ്കിൽ വീട്ടിൽ ദാരിദ്ര്യമാണെന്ന് വിചാരിക്കുക, കുട്ടികൾക്ക് ആവശ്യങ്ങൾ നടക്കണം, അവന്റെ സ്കൂളിൽ മറ്റുള്ള കുട്ടികൾ നല്ല ബാഗും ബോക്സും ഒക്കെ ഇട്ട് വരുമ്പോൾ ഇവർക്ക് അതൊന്നും നടക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഫീൽഡ്, അങ്ങനെയുള്ള കുട്ടികളെ മനസ്സിലാക്കി ഇങ്ങനത്തെ ഡ്രഗ് മാഫിയാസ് ഒക്കെ ടാർഗറ്റ് ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. ഇവനിക്ക് പൈസ കിട്ടി തുടങ്ങുമ്പോൾ ഇവനിക്ക് പൈസ കിട്ടുന്നുണ്ട്, ഇവനെ പോലീസ് ഒന്നും പിടിക്കണം, വാ എന്നാ നമുക്ക് ഇന്ന ചെയ്യാം. അങ്ങനെ മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്. ഇതൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട്. അപ്പോ ഇതിനൊക്കെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടോ? ഇതൊക്കെ എങ്ങനെ നിർത്തും? ഇതിനൊക്കെ എങ്ങനെ കുറവ് കൊണ്ടുവരാൻ പറ്റും?
ഒന്നും അറിയില്ല. ഒരുപാട് കാര്യങ്ങൾ ഇത് നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ സ്കൂളിൽ തന്നെ നടക്കുന്നുണ്ട്. NSS ഉണ്ട്, NCC ഉണ്ട്, പോലീസ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഇതിനൊരു കുറവില്ല എന്നുള്ള സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെ ഇതിന് കുറവ് കൊണ്ടുവരാൻ, എങ്ങനെ കുറയ്ക്കും? അതേപോലെ തന്നെ നമ്മൾ പെൺകുട്ടികളെ ശ്രദ്ധിക്കും, ആൺകുട്ടികളെ ശ്രദ്ധിക്കാത്തവർ ഇപ്പോഴും കുറെ പേരുണ്ട്. പെൺകുട്ടികൾ ഒരു 7 മണി കഴിഞ്ഞ് വീട്ടിൽ കയറിയില്ലെങ്കിൽ എവിടെയാണെന്ന് തിരക്കും. പക്ഷെ ആൺകുട്ടികൾ 10 മണി കഴിഞ്ഞാലും എവിടെയാണെന്ന് തിരക്കാത്ത പാരന്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മള് തൃശ്ശൂർ പൂരത്തിന്റെ എക്സിബിഷൻ നടന്നിരുന്നു. അപ്പൊ നമ്മുടെ പോലീസിന്റെ ഒരു സ്റ്റോൾ ഉണ്ട്, അതേപോലെ തന്നെ എക്സൈസിന്റെ സ്റ്റോൾ ഉണ്ട്. അപ്പൊ അതില് കണ്ടൊരു ഭാഗമാണ് അവര് സെറ്റ് ചെയ്തിരിക്കുകയാണ്, എന്റെ മകൻ ചെയ്യില്ല എന്നാണ് എല്ലാവരുടെയും വിചാരം. മിക്ക പാരന്റ്സ് പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ ഈ കുട്ടികളെ അബ്യൂസ് ചെയ്ത കേസിലാണെങ്കിലും മകൻ പ്രതിയായിട്ടുണ്ടെങ്കിൽ അവൻ അതൊന്നും ചെയ്തിട്ടില്ല, അവന്റെ കൂട്ടുകാരാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്കറിയാവുന്ന മക്കളല്ല ശരിക്കുള്ള മക്കള്. ഇപ്പൊ നമ്മുടെ മുന്നില് അവർ പാവങ്ങളാണ്, നമുക്ക് അവരോട് വാത്സല്യാണ്. പക്ഷെ അവൻ അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ക്രൈം തന്നെയാണ്. ഇപ്പോ അഫ്വാൻ എന്നല്ലേ അനിയനെ കൊന്നു, അവന്റെ ഉമ്മ പറയണ്ടേ അവനങ്ങനെ ചെയ്യില്ല എന്നായിരുന്നു ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് അതങ്ങനെയാണല്ലേ, എല്ലാ പാരന്റ്സിനും തന്റെ മക്കള് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഷോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. കുറെ കാര്യങ്ങൾ നമ്മൾ ഇത്തിരി നേരം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ പക്ഷെ ഒത്തിരി കാര്യങ്ങൾക്ക് ഒരു അവസാനമില്ല എന്നുള്ളതാണ് സത്യം. കാരണം പല ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. ഇത്തിരി നേരം ഒത്തിരി കാര്യം സംസാരിക്കാനുണ്ട്, പക്ഷെ അതിനൊരു അവസാനമില്ല. ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ്. ഇതെങ്ങനെ നിർത്താൻ പറ്റും, ഇതിനൊരു അവസാനം ഉണ്ടോ, ഇത് അവസാനിപ്പിക്കാനുള്ള മാർഗങ്ങൾ എന്താണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് തന്നെയാണ് വട്ടമേശ ഇന്ന് അവസാനിപ്പിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടികളുടെ പിറകെ എപ്പോഴും നമുക്ക് ഈ 2 കണ്ണുകൾ കൊണ്ട് നടക്കാനായിട്ട് പറ്റത്തില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവരെ ശ്രദ്ധിക്കണം, അവരെ ചേർത്ത് നിർത്തണം, ഒക്കെ ചെയ്യണം. പക്ഷെ അവരെ വേലി കെട്ടി അതിൻ്റെ ഉള്ളിൽ പിടിച്ചു നിർത്താനായിട്ട് നമുക്ക് പറ്റില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടികളെ നീന്താൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അവരെ സർവൈവ് ചെയ്യാൻ പഠിപ്പിക്കുക. ഏതൊരു സിറ്റുവേഷൻ വന്നാലും ബോൾഡായിട്ട് ഫേസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് മറ്റുള്ളവരുമായിട്ട് കൺവേ ചെയ്യാൻ പറ്റി അവരെ ആ ഒരു പ്രശ്നത്തിൽ നിന്നും പുറത്തു കടക്കാനായിട്ട് സാധിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു കാര്യം. അതേപോലെ തന്നെ നമ്മുടെ നിയമം സ്ട്രോങ് ആക്കുക. എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവണം അവരെ തൊടാനായിട്ട്.